ബേബിക്ക് നമ്മളൊരു ബാത്ത് ടബ് വാങ്ങിച്ചതാണ് കേട്ടോ. കാരണം ഷീറ്റിൽ കിടന്ന് കുളിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാൻ പറ്റില്ല. പിന്നെ അത് നമ്മൾ വാഷ്റൂമിൽ പോകാനൊന്നും എളുപ്പമല്ല. കുഞ്ഞിനെ അവിടെ കൊണ്ടിരുത്തി ഒക്കെ കുളിപ്പിക്കാനൊന്നും പറ്റില്ല. ശരിക്കും നമ്മൾ ടേബിളുമേ അങ്ങനെ എവിടെയെന്ന് വെച്ചിട്ട് സൗകര്യമായിട്ട് കുളിപ്പിക്കാനായിട്ട് പറ്റും ഇതിലാവുമ്പോൾ. പിന്നെ അവന് എത്ര വയസ്സായാലും ഒരു വയസ്സ് 1.5 വയസ്സ് വരെയൊക്കെ ഇരുന്ന് കുളിക്കാൻ പറ്റുന്ന വലുപ്പമാണ്. ഇപ്പം ഇങ്ങനെ കാണുന്ന പോലെയല്ല, അതിൻ്റെ സൈസ് കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. പ്ലാസ്റ്റിക് അത് ഒരു റബ്ബറല്ല, പ്ലാസ്റ്റിക്കിൽ അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്. അത് വെള്ളം തുറന്ന് കളയാനാണ്. നമ്മളത് തുറന്ന് വെച്ചിട്ട് വേണം അവനെ കുളിപ്പിക്കാനിരുത്താനായിട്ട്. പിന്നെ എണ്ണ തേപ്പിക്കുമ്പോഴും ഇതിൽ തന്നെ കിടത്തിയിട്ട് എണ്ണ തേപ്പിക്കണം. കാരണം എണ്ണ തേപ്പിക്കുമ്പോഴും പി ഒഴിക്കൊക്കെ ആണെങ്കിൽ അതിൽ കൂടെ പൊയ്ക്കോളും, മേലൊന്നും ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെയാണ് കിടത്തണേ. പിന്നെ ഷാമ്പു സോപ്പിൻ്റെ ബോക്സൊക്കെ വെക്കാനുള്ളതാണത്. കണ്ടോ, ഞാൻ ചെയ്യണ പോലെയാണ്. അതിൻ്റെ ബാക്കിൽ ഇതേപോലെ സ്റ്റാൻഡ് ഉണ്ട്. ഇപ്പം നമ്മൾ കുളിപ്പിക്കുന്നത് ഇതേ പൊസിഷനിൽ വെച്ചിട്ടാണ്, വലുതാക്കിയിട്ടില്ല. കാരണം കുഞ്ഞല്ല അവൻ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി കഴിഞ്ഞാൽ സൈസ് കൂട്ടാം നമുക്ക്. അതാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടോ, ഇതിങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വലിയ കുട്ടിയാവുന്നവരെ നമുക്ക് ഇതിൽ തന്നെ ഇങ്ങനെ കുളിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്യണത് നേരെ തിരിച്ചാണ്. സ്റ്റാൻഡ് മടക്കി വെച്ച് സാധാരണ പോലെ ആക്കിയിട്ടാണ് ഇപ്പോൾ കുളിപ്പിക്കണത്. അപ്പോൾ അവന് കറക്റ്റ് പരുവാണ്. അടിയിലത്തെ വെള്ളം അതിൽ മാത്രമാണ് അവനിരിക്കണം. അതിലാണ് കിടത്തി എണ്ണ തേച്ചിട്ട് അതിൽ തന്നെ എടുത്തുകൊണ്ട് പോയി നമ്മൾ വർക്ക് ഏരിയയിൽ കിച്ചൺ ഇതുണ്ട്, അവിടെ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണ് ഇപ്പം മോനെ കുളിപ്പിക്കണത്. ശരിക്കും വാഷ് ബേസിൻ്റെ അതിലേക്ക് വെള്ളം ഒഴുകിപ്പോവും. പിന്നെ ഇരുന്നിട്ടുള്ള കഷ്ടപ്പാടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ നമുക്ക് നടക്കും. ഇത് സോപ്പ് സ്റ്റാൻഡ് എങ്ങനെ വെക്കാൻ നോക്കുകയാണ്. അത് മോൾക്ക് ഇപ്പം തന്നെ തുറക്കണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തുറന്ന് കൊടുക്കണതാണ്, കാണിച്ചു കൊടുത്താണ് ഇങ്ങനെയാണ് അതെന്ന് പറഞ്ഞത്. വേണ്ട. അപ്പം അങ്ങനെ നമുക്ക് എടുത്ത് കുളിപ്പിക്കാനും സൗകര്യമാണ് അതിലിരിക്കുകയാണെങ്കിൽ. എണ്ണ തേച്ച് കിടത്തുമ്പോൾ ഇതുമ്മ കിടത്താൻ നല്ലത്. പക്ഷെ എണ്ണ മുഴുവൻ അതിൽ പിടിക്കും, പില്ലോയല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൽ കിടത്തില്ല. നല്ല ബുദ്ധിമുട്ടാണ്, കരച്ചിലൊക്കെ ആണെങ്കിൽ മാത്രം അത് വെച്ചിട്ട് അതിൽ കിടത്തും. അപ്പോൾ ശരിക്കും ഒരു തൊട്ടിയിലൊക്കെ കിടക്കണ പോലെ അവർക്ക് ഇങ്ങനെ നമ്മുടെ കയ്യിലുള്ള പോലെ തന്നെ ചൂടുണ്ടാവും. അപ്പോൾ അത് കാരണം അവർ വലിയ പ്രശ്നമില്ലാണ്ട് അതിൽ ഇരിക്കും. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്യണത്. അപ്പോൾ അവർ 3 പേരും കൂടിയാണ് ഉണ്ണിയുടെ ബാത്ത് ടബൊക്കെ ഓപ്പൺ ആക്കണതും അവർ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. അവർ അതിന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ നോക്കണ ഒരു ഇതാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാനതല്ല എടുത്തത്, ഞാൻ വേറെയാണ് എടുത്തത്. ടെമ്പറേച്ചർ ഇപ്പം നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ വാങ്ങിച്ചില്ല. അപ്പോൾ അവരപ്പോൾ അതെങ്ങനെയുണ്ട് എന്നൊക്കെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇനി ഒരു ദിവസം ഞാൻ കുളിപ്പിക്കണം. ഇത് യൂസ് ചെയ്തത് വീഡിയോ ഇടാട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ന്യൂ ബോൺ ഇതിൽ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കണം.